ഗായത്രി വർഷ, ഒരുപാട് പേർ നമ്മളോട് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും അവർ നേരിട്ട അതിക്രമങ്ങളെക്കുറിച്ച്, ചൂഷണത്തെക്കുറിച്ച്, വിവേചനത്തെക്കുറിച്ച് ഒക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. ഗായത്രി വർഷയ്ക്കറിയാമല്ലോ, താങ്കൾ തന്നെ അതിന് പല ഘട്ടങ്ങളിലും നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ളയാളാണ്. സിനിമാ മേഖലയിൽ നിന്ന് അതുകൊണ്ട് തന്നെ പലപ്പോഴും കലഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കളുടെ നിലപാടും ആ അർത്ഥത്തിൽ വളരെ ആദരിക്കപ്പെടേണ്ടത് കൂടിയാണ്. ഗായത്രി, എൻ്റെ ലളിതമായ ചോദ്യം ഇതാണ്: ഒരു കേസ് എടുക്കാതെ, ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ ഇത്തരം രീതികളെ നമുക്ക് തടയാൻ കഴിയുമോ ഈ സാഹചര്യത്തിൽ? ഇത് തുടരില്ലേ? വേട്ടക്കാർക്കൊപ്പം ഓടുന്ന ഒരു സാഹചര്യമുണ്ടോ ഇപ്പോഴും? എനിക്ക് തോന്നുന്നു ഡോക്ടർ അരുണിൻ്റെ ചോദ്യം വളരെ കൃത്യമാണ്, വളരെ ഉദ്ദേശശുദ്ധിയുള്ളതുമാണ്. പക്ഷെ നമ്മളിപ്പം നിൽക്കുന്നിടത്ത് നിന്നിട്ടാണ് ആ ചോദ്യം ഉണ്ടാവുന്നത്. ഇപ്പോൾ ആശാജി പറഞ്ഞതുപോലെ നമ്മളുടെ ഈ ഇൻഡസ്ട്രിയുടെ 96 വർഷത്തെ അനുഭവങ്ങളുടെ റിപ്പോർട്ടാണിത്. മാത്രമല്ല, നമ്മൾ സിനിമാ രംഗത്തെ കണ്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സമഗ്രമായ സിനിമാ നയം ഉണ്ടാകും എന്നാണ്. ഒരു സമഗ്രമായ സിനിമാ നയം എന്ന് പറയുമ്പം അത് സാംസ്കാരിക അടിസ്ഥാനത്തിൽ തന്നെയാണ്. സിനിമ ഏറ്റവും വലിയ സാംസ്കാരിക മാധ്യമമാണ്. അങ്ങനെ തന്നെയാണ് ഞാനതിനെ സമീപിക്കുന്നത്. അപ്പോൾ ആ സാംസ്കാരിക അടിസ്ഥാനത്തിലുള്ള ഒരു നയം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ വളരെ ലളിതമായിട്ടൊരൊറ്റ ചോദ്യത്തിന് എസ് ഓർ നോ എന്നുള്ളൊരു ആൻസർ ക്വസ്റ്റ്യനിലേക്ക് ഇത് പോകാൻ പറ്റുന്ന കാര്യമല്ല. ഈ 96 വർഷത്തെ സിനിമ ഇൻഡസ്ട്രി ഇന്ന് നമ്മൾ പ്രതികളാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന നായകന്മാരുൾപ്പെടെയുള്ളവർ സ്വാധീനമുള്ളവരാണ്, ഇൻഫ്ലുവൻസേഴ്സാണ്. അത് ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ട് സാമൂഹ്യ തലത്തിൽ അധികാര ഇടങ്ങളിലുള്ള സ്വാധീനത്തെ അല്ല പറയുന്നത്. സാധാരണക്കാരനായിട്ടുള്ള പ്രേക്ഷകൻ്റെ മനസ്സിൽ അവൻ്റെ വിചാരങ്ങളോട്, അവനെ മോൾഡ് ചെയ്ത ഇടങ്ങളോട്, അവൻ്റെ റോൾ മോഡലുകളായ ഇടങ്ങളോട്, അനീതികളോട് അവൻ പ്രതികരിച്ച ഇടങ്ങളോട് ഒക്കെ ഞാൻ ഇങ്ങനെ ആവണം, ഈ നായകനെ പോലെ ആവണം. ഇൻസ്പെക്ടർ ബൽറാം ഒക്കെ കണ്ടിട്ടുള്ള എത്രയോ കുട്ടികൾ പോലീസിലേക്ക് ആവേശത്തോടെ വന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഇങ്ങനെയൊക്കെ പറയുന്ന പല നായക കഥാപാത്രങ്ങളും ഏറ്റവും അധികം സ്വാധീനമുള്ളതായിട്ടാണ് ഈ 96 വർഷം കേരള സമൂഹം രൂപപ്പെട്ടതിൽ സിനിമയ്ക്കുള്ള സ്വാധീനവും നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സായി നിൽക്കുന്ന ഒരിടത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത്. ഒരു ചെറിയ ചോദ്യമല്ല. അപ്പോൾ ആ ഒരു ചെറിയ ചോദ്യത്തിന് മറ്റേതൊരു ക്രൈം പോലെ, ഇപ്പോൾ എസ് അലി സാർ പറഞ്ഞതുപോലെ മറ്റേതൊരു ക്രൈം പോലെ ഒറ്റ നോട്ടത്തിലുള്ള കാഴ്ചയുടെ എവിഡൻസ് വെച്ചിട്ട് കേസ് എടുക്കുക എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക നിലവാരത്തിൽ നിന്നുകൊണ്ട് കേരള സമൂഹത്തെ കാണുന്ന ഒരു സർക്കാരിന് അത് അത്ര എളുപ്പമല്ല. ആശാജി പറഞ്ഞ വളരെ കൃത്യമാണ്. ഇതൊരു പൊളിറ്റിക്കൽ വില്ലാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വില്ല് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ഒരു സ്ത്രീപക്ഷ കേരളത്തിൻ്റെ നിലയിൽ നിന്നുകൊണ്ട് ഇത്രയും ഒരു നൂറ്റാണ്ടിനോടടുത്ത കാലപ്പഴക്കമുള്ള അനീതികളോട് പ്രതികരിക്കാൻ, പ്രതിഷേധിക്കാൻ, തുറന്നു പറയാൻ നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞൊരിടത്ത് നിന്ന് ഒരു സർക്കാരിൻ്റെ അടുത്തിട്ടാണ് നമ്മൾ റിപ്പോർട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതിനെ ഒരു ഒറ്റയടിക്ക് മറ്റൊരു ക്രൈമിനെ കാണുന്ന പോലെയുള്ള ഒരു നടപടിയിലേക്കും കേസ് എടുക്കുന്നതിലേക്കും, അത് പ്രതിയിലേക്കും വിക്ടിമിലേക്കും മാത്രമല്ല. ഇപ്പോൾ ആശാജി പറഞ്ഞതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇതിനകത്ത് നിൽക്കുന്ന ഒരു വിക്ടിം എത്ര രഹസ്യത്തോടെ സൂക്ഷിച്ചു വച്ചാലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇതിൻ്റെ ഒരു ലീഗൽ പ്രൊസീഡിങ്സ് പോകുന്ന സമയത്ത് ആരാണ് ഓപ്പോസിറ്റ്, വിക്ടിം ആരാണ്, അവിടെ ബലിയാടാക്കപ്പെട്ട പെൺകുട്ടി ആരാണ്, ഇതറിയാനാണ് ജനത്തിന് കൗതുകം. ഈ ഒരു ഷോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സമൂഹത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടു. ആരാന്നറിയാനുള്ളൊരു കൗതുകമാണത്. ആ കൗതുകത്തിനപ്പുറത്തേക്ക് അയാളെ ശിക്ഷിക്കാനോ അയാളെ സ്വീകരിക്കാതിരിക്കാനോ അല്ല. നാളെയും അയാളുടെ പടങ്ങൾ കാണും, അല്ലെങ്കിൽ ഇന്നലകളിൽ ഇറങ്ങിയിരിക്കുന്ന അയാളുടെ ചിത്രങ്ങൾ ഇനിയും ആവശ്യത്തോടെ കാണും. രസകരമായ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ച ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതാവും. ഈ ബ്രേക്കിൽ നമ്മൾ പല അഡ്വർടൈസ്മെന്റുകൾ കണ്ടു ഇല്ലേ? നിങ്ങൾക്ക് അവരെ ബാൻ ചെയ്യാൻ പറ്റുമോ? പെട്ടെന്നൊരു ദിവസം കൊണ്ട് ആഡ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഒരു കുറ്റകൃത്യം നടത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റിന് മുന്നിൽ എത്തുമ്പോൾ, ഒരു തെളിവായി എത്തുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ക്രൈമുണ്ട്, സ്റ്റേറ്റിന് മുന്നിൽ ഒരു ക്രൈമുണ്ട്. ആ ക്രൈമിലുള്ളത് കുറ്റവാളിയായി നിൽക്കുന്നത് ഒരു ചലച്ചിത്ര താരമോ അതല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും ദുർബലനായ വ്യക്തിയോ ഒക്കെ ആയിരിക്കാം. പക്ഷേ സ്റ്റേറ്റിനെ സംബന്ധിച്ച് അതൊരു കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ ഒരു കുറ്റവാളിക്കെതിരെ നിയമ നടപടിയുമായി പോകുക പ്രാഥമികമായ സ്റ്റേറ്റിന് ഉത്തരവാദിത്വമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതേസമയം നിങ്ങൾ പറഞ്ഞ ഈ ഒരു സാംസ്കാരികമായ ഇടത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ ഇന്ത്യ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് സിനിമാ മേഖലയിൽ ഒരു പഠനം നടക്കുന്നതും അതിനൊരു കമ്മിറ്റി നിയോഗിക്കുന്നതും. ആ അർത്ഥത്തിൽ ഇടതുപക്ഷ സർക്കാർ എടുത്ത നിലപാട് ശ്ലാഘനീയമാണ്. ഇനി എൻ്റെ ചോദ്യം നമുക്ക് അത് അസഫ് അലിയുടെ മറുപടിയിലേക്ക് കൂടി പോകാം. അതിനു മുൻപ് ഗായത്രി,
താങ്കളും ഈ സിനിമാ മേഖലയിൽ സമാനമായ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുണ്ടാകുമല്ലോ, ഏറിയും കുറഞ്ഞുമൊക്കെ. ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ എന്താണ് ഗായത്രി വർഷയ്ക്ക് തോന്നിയത്? ഈ റിപ്പോർട്ട് പൂർണ്ണമായും ഞാൻ വായിച്ചില്ല എന്നുള്ളതൊരു സത്യം ഇവിടെ നിൽക്കുന്നുണ്ട്. അതിനുള്ളൊരു സാവകാശം കിട്ടിയില്ല. പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ ഏതാണ്ട് ഒരു സമഗ്രമായ രീതിയിലുള്ള ഓരോ പോയിന്റ് ബൈ പോയിന്റ് അല്ലെങ്കിലും റിപ്പോർട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും അധികം താങ്ക്സ് ടു ഗവൺമെൻറ്, താങ്ക്സ് ടു WCC ആൻഡ് അത് ഇത്രയും ഇച്ഛാശക്തിയോടെ ഇതിൻ്റെ പെയിൻ എല്ലാം എടുത്തിട്ട് ഇത്ര സമഗ്രമായ ഒരു റിപ്പോർട്ടിലേക്ക്, സമഗ്രമായൊരു ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളുടെ അറിവിൻ്റെ തുറവിലേക്ക് കൊണ്ടുവന്ന കമ്മിറ്റിയെ ഉൾപ്പെടെ ഞാൻ ഏറ്റവും ബഹുമാനപൂർവ്വം നന്ദിയോടെ സ്മരിക്കുകയാണ്. ഈ റിപ്പോർട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ വരെ നമ്മൾ കേസ് കൊടുത്ത് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. നമ്മൾ പ്രതികരിക്കുമ്പോൾ, പോലീസിനോട് പറയുമ്പോൾ, പോലീസ് ക്രൈം സ്പോട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ പോലീസ് അവരുടെ ആളാകും. ആരാണോ പ്രതിഭാഗത്ത് നമ്മൾ ഉദ്ദേശിച്ചത് അവരുടെ ആളാകും. അതിന് പല ഇൻഫ്ലുവൻസുകൾ പോലീസിൻ്റെ മേലെ വരും. അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടില്ല, നമ്മളെ തന്നെ കുറച്ചുകൂടിയൊക്കെ നമ്മൾ പറയുന്നത് ലോജിക്കുള്ളതാണെന്ന് മനസ്സിലായ നമ്മളെ തന്നെ അതിൻ്റെ അകത്തുനിന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാനുള്ള ശ്രമം നടക്കും. പിന്നെ അവസാനം വന്ന് നോക്കുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ കണ്ണുമിച്ചു. അല്ല, അത് നിർഭാഗ്യകരമാണ്.